സ്വത്തല്ല, സ്വസ്ഥതയാണ് പ്രധാനം. ജീവിതത്തിൽ നന്മകൾ മാത്രം ചെയ്യുക. അപ്പോൾ തിന്മയെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം പോകും. അത്തരത്തിൽ തികഞ്ഞ ഒരു ഗാന്ധിയൻ നമ്മളെ ജീവിതത്തിൽ പലരെയും റോൾ മോഡലൊക്കെ ആക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം, ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു വന്ന് 2ാം ക്ലാസ്സിലൊക്കെ പഠനം നിർത്തിയെങ്കിലും 50കളിൽ മദ്യവിരുദ്ധ സമിതി രൂപീകരിച്ച് ഒരു മദ്യ ഷാപ്പ് അദ്ദേഹം ആരാധന ആലയമാക്കി മാറ്റി. അപ്പൊ 90കളുടെ തുടക്കത്തിലും അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല. അനുഗ്രഹ ഹെർബൽ പ്രൊഡക്റ്റുകൾ, അതായത് ആരോഗ്യപരമായ ടൂത്ത് പൗഡറുകളും അലർജി ഇല്ലാത്ത സോപ്പുകളും ഒക്കെ നിർമ്മിച്ച് ആളുകളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ്. ഈ വ്യക്തിത്വത്തെ നമ്മൾ ശരിക്കും ഒന്ന് പരിചയപ്പെടേണ്ടതാണ്. ലൈവ് ടിവിയുടെ കേരള ഗൈഡിലെ മാതൃക മലയാളി എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. വരൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട കുറുപ്പന്തറക്കാരുടെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട KJ കുര്യൻ, നമ്മുടെ കുട്ടപ്പൻ ചേട്ടനാണ് ദാ എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. നമസ്കാരം. കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. നമുക്ക് ആ പഴയ കാലത്തും ആ കുട്ടിക്കാലത്തേക്കൊക്കെ ഒന്ന് പോവാം. അതായത് കൂട്ടുകാരനുമായിട്ട് വയറ്റുവേദനയായിട്ടെന്നും പറഞ്ഞൊക്കെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി. ഓർമ്മ കിട്ടുന്നുണ്ടോ ഇപ്പൊ? അതെന്തായിരുന്നു സംഭവം? വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഞാൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളായിരുന്നു. അത് ശരി. അത് കഴിഞ്ഞ് തുടർന്ന് പഠിക്കാൻ ഒത്തില്ല. കാരണം രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കൊന്നും കഴിക്കാൻ കാണില്ല. അത് കഴിഞ്ഞാൽ മുട്ടും മഴയായത് കാരണം പല പിള്ളേർക്കും ഓലക്കൊടയുണ്ട്, എനിക്കതുമില്ല. അത് ശരി. അങ്ങനെ വെച്ച് വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിന് വേദനയല്ലായിരുന്നു, വിശപ്പ്. അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. അവിടെ നിന്ന് ഒരു കൂട്ടുകാരനെ കൂട്ടി വീട്ടിൽ വിട്ടു. ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് വെള്ളം കുടിക്കണം പറഞ്ഞു വീട്ടിൽ കയറി. അവിടെ കയറി വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ വെച്ച് എടുത്തു വന്നിട്ട് നിങ്ങൾ പിള്ളേരെ പള്ളിക്കുട്ടി പോകാറുണ്ട്. അവൻ പറഞ്ഞു അവന് വയറ്റുവേദനയായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ നേരം വെള്ളം കുടിക്കണമെന്ന് കഴിയും. ഞാൻ വെള്ളം കുടിക്കണ്ട, ഇപ്പറേ വരാൻ പറഞ്ഞു. അപ്പുറം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരത്തെ കഞ്ഞിയും കറിയും കൂടെ കൊണ്ടുവന്ന് തന്നു. അത് കഴിഞ്ഞപ്പം വയറ്റുവേദന മാറി. അതേപോലെ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് പിണങ്ങിയിരുന്നില്ല കുട്ടപ്പൻ ചേട്ടൻ? അതെന്നെ ഒരു സംഭവം. അത് എൻ്റെ അയലോക്കത്തെ ഒരു വീടായിരുന്നു. കല്യാണത്തിൻ്റെ തലേദിവസം ഒരു സദ്യ. ആ സദ്യക്ക് എനിക്ക് വള്ളിനിക്കർ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് വിളമ്പി ഇങ്ങനെ കറികളെല്ലാം വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും മീൻകറി വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു കുടംപുളിയുടെ കഷ്ണവും ചാറും മാത്രമേ. നമ്മുടെ കുഞ്ഞാണല്ലോ, അത് മതിയെന്ന് കരുതിയിട്ടാണ് അല്ലേ? അതെ, ഞാൻ 4.5 വയസ്സ് സ്കൂളിലാക്കിയിട്ടില്ല, 4.5 വയസ്സാണ്. അപ്പൊ ഞാൻ ഇത് കണ്ടിരിക്കുമ്പോൾ കുടംപുളി എനിക്കറിയാം, മീനും അറിയാം. അപ്പൊ ആ കൂടെ മീനില്ല. ഉടനെ ഞാൻ 2 വശത്തേക്ക് നോക്കിയപ്പോൾ 2 ഏതെങ്കിലും മീനുണ്ട്. ഉടനെ പിന്നെ ചോറ് വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ണാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. വിളമ്പുകാരൻ വന്നിട്ട് കൊച്ചിനെ നോക്കിയിരിക്കുന്ന എളുപ്പമൊന്നും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടുന്നില്ല. പുള്ളി അതിലേക്ക് ഇറങ്ങിച്ച് വന്നപ്പോഴത്തേക്ക് അന്നേരം ഞാൻ ഇരിക്കുക. ഇതിനെ കൊച്ചു ചോറുണ്ണാ. ഞാൻ മിണ്ടുന്നില്ല. എന്നാ പറഞ്ഞാൽ ചോറുണ്ണാന്ന് കൊച്ചു കുടിച്ചിട്ടാന്ന്. ഉടനെ പുള്ളി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരൊക്കെ നോക്കി ചോദിച്ചു, മീൻ കിട്ടാഞ്ഞിട്ടാണോന്ന് ചോദിച്ചു. അമ്മൂളിലെല്ലാം മനസ്സിലായി അല്ലേ? ഉടനെ ഒരു മീൻ കൊടുത്തു. പിന്നെ അപ്പൊ 4.5 വയസ്സിൽ ആദ്യത്തെ പ്രതിഷേധം. 4.5 വയസ്സിൽ നമ്മൾ പ്രതിഷേധം തുടങ്ങി. അതേപോലെ ആദ്യം കിട്ടിയ സമ്മാനം ഉണ്ടല്ലോ, 8 അണ. നമ്മൾ ആ പാടത്ത് പോയി പുല്ലൊക്കെ ചെത്തി കൊടുത്ത്. അയ്യോ, അത് 8 അണയല്ല, അരയണ. അരയണ. അതായത് ഞാൻ വീടിന്റെ കൊല്ലംപറമ്പി തറവാടെന്ന് പറഞ്ഞ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ വീടിന് മുൻവശം പാടശേഖരം. അപ്പൊ അവിടെ മുഴുവൻ നെൽകൃഷിയാണ്. അപ്പൊ ആ നെല്ലിനകത്ത് നിന്നൊരു ആള് ഒരു വെള്ളായപ്പ് പൊങ്ങുന്നു. ഉടനെ താഴും. അപ്രായത്തിൽ പേടിച്ചു പോയോ? ഇല്ല. അല്ല, അന്നേരം എനിക്ക് 7-8 വയസ്സുണ്ട്. 7-8 വയസ്സുണ്ട്. അപ്പൊ താഴും. ഉടനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ വെള്ളായപ്പ് പൊങ്ങും, പിന്നെ ഉടനെ താഴും. ഇതന്നെ ആയിരിക്കും സംഭവം. ഏതായാലും ചെന്ന് നോക്കിയിട്ടേ ഉള്ളൂ നേരിച്ചുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളിന്ന് പുല്ല് പറി കൊട്ടയായിരിക്കാം. അപ്പൊ കൊട്ട നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പുല്ല് പറി നിർത്തി. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുല്ല് പറിക്കാന്നവിടെ മനസ്സിലായല്ലോ. ഞാനും അവിടെ നിന്ന് പുല്ല് പറിച്ചു കൊടുത്തു, പുള്ളിക്ക് കൊടുത്തു. അന്നും നമ്മൾ ഈ സഹായം തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെ, 7 വയസ്സിൽ കൂടുതൽ പുല്ല് പറിച്ചു കൊടുത്തു. അയാളും ഒന്നും മിണ്ടുന്നില്ല, ഞാനും ഒന്നും മിണ്ടുന്നില്ല. അവിടെ പുല്ല് പറിച്ചു കഴിയുമ്പോൾ അയാള് പുല്ല് കൊണ്ട് പോയി.
ഞാൻ വീട്ടിലോട്ടും പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒരു അരയണയെന്ന് പറഞ്ഞാൽ ഒരു പരിപ്പുടക്ക് അരയണ. അത് ശരി, അത് വലിയ കാശാ. അതെ അതെ അതെ, അരയണയാ ഒരു പരിപ്പുടക്കും. അരയണ കൊണ്ടുവന്ന് ചിരിച്ചു. അത് ശരി. ഞാൻ ചിരിച്ചു. അതേപോലെ ഈ കൊക്കോ കച്ചവടം ഒക്കെ നടത്തിയില്ലേ, അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണോ? അതെ 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 അതെ. അതൊക്കെ എത്ര വയസ്സിലാ? അതൊരു 55 വയസ്സ് 50 വയസ്സിലാണ്. അത് ശരി. അത് ഈ ഗാന്ധിയൻ ചിന്താഗതിയൊക്കെ മനസ്സിലേക്ക് വന്നത് ഏത് പ്രായത്തിൽ? ഒയ്യോ, ഗാന്ധിയൻ ചിന്താഗതി വന്നത് ഞാൻ ഈ കുറുപ്പന്തറ കവല എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കുറുപ്പന്തറ കവലയിലെ ഏറ്റവും വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണ് കള്ള് ഷാപ്പും ചാരാ ഷാപ്പും ആയിരുന്നു. ഓ അത് ശരി. ഭയങ്കര ആളായിരുന്നു രണ്ട് സ്ഥലത്തും. അത് അപ്പൊ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് എന്നും അടിയും പിടിയും ബഹളവും. വീടുകളിലൊക്കെ ബഹളങ്ങൾ, അന്ന് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? ഒയ്യോ ഉണ്ടോന്നോ. അന്നത്തെ സ്ഥിതി ഇന്നത്തെ രായും പകലും പോലെയുള്ള വ്യത്യാസം. അത് ശരി. അപ്പൊ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഒരു പക്ഷം ചെറുപ്പക്കാർ കൂടി പറഞ്ഞു, കൂട്ടപ്പൻ ചേട്ടാ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഈ കള്ള് ഷാപ്പും ചാരാ ഷാപ്പും നിർത്തണം. അത് കാരണം ഇവിടെ അപ്പൊ 400 മീറ്റർ ദൂരപരിധിയാണ്. അത് അപ്പൊ ശരി. അതിനകത്തായിരിക്കുന്നത്. അപ്പൊ അത് കാരണം ഇവിടെ നിന്ന് ഈ കവലയിൽ നിന്ന് മാറ്റാൻ നമുക്ക് എന്താ ചെയ്യണമെന്നും. അപ്പൊ അങ്ങനെ കുറച്ച് പേര് വന്നു, കൂട്ടപ്പൻ ചേട്ടാ നമുക്ക് മദ്യനിരോധന സമിതിയിൽ ഒരു യൂണിറ്റ് സ്ഥാപിക്കണം, നല്ല കാര്യമാണ്. അങ്ങനെ കൂടി ഞാൻ അതുകൊണ്ട് നശിച്ച ആളാണ്. നല്ല തറവാട്ടുകാരനായിരുന്നു. ആഹാ. പക്ഷെ ഇച്ചാന്റെ ശുദ്ധഗതിയ സ്വഭാവവും കള്ളുകുടി ശീലവും ഇത് രണ്ടും കാരണം സകലതും നശിച്ചു. അപ്പോൾ ഈ കാച്ചക്രം എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ 112 ഒരു അംശ, അതുപോലും ഇത് താഴ്ച കിട്ടിയിട്ടില്ല. അത് ശരി. 2ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചതല്ലാണ്ട് 3ാം ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരി നല്ല കാര്യം എന്ന് പറഞ്ഞ സമിതി യൂണിറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരി പ്രൊഫസർ MP മന്മഥൻ, പുള്ളി തികഞ്ഞ ഗാന്ധിയനാണ്. അപ്പൊ കോളേജ് പ്രിൻസിപ്പാളുമായിരുന്നു. അതെ അതെ. അപ്പൊ ഒരു കുട്ടിയെ ഉന്നതനായ ഒരാളാ, ഹാജരില്ലാത്തതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ മാനേജർ പറഞ്ഞു അതല്ല സാരയില്ല എഴുതിക്കണമെന്ന് പറഞ്ഞു. ഞാൻ രാജിവെക്കുന്നു പറഞ്ഞു. പുള്ളി രാജിവെച്ച് ഇറങ്ങിപ്പോകുന്ന ഈ കൊച്ചിന് ചെറുക്കനെ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം പുള്ളി പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനമൊക്കെ കൊണ്ടാണ് ഈ ഗാന്ധിയൻ ചിന്താഗതി മനസ്സിലേക്ക് വന്നത് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് ഈ ഇങ്ങനെ കാണാനായിട്ട് മെൻമൻ സാർ വന്ന് മോറ്റടിക്കടുത്ത് കാടാതി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മൻമോഹൻ സാർ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ വലിയ പോലെയുള്ള. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ കൈയും കൂട്ടി കുട്ടപ്പൻ ചേട്ടാ എന്നാ വിശേഷം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആ ചോദ്യം കേട്ട് കഴിയുമ്പോൾ താങ്കളുടെ ആ വ്യക്തിത്വത്തിന് മുന്നിൽ അദ്ദേഹം തൊഴുതു. അതെ, തൊഴുതു. ഞാനൊന്നുമല്ലല്ലോ, തൊഴുതോളും. അങ്ങനെ ഓരോ പ്രാവശ്യവും സംസാരിച്ചു 3 പ്രാവശ്യം നേരോട്ടും. അത് കഴിഞ്ഞ് കുറുപ്പന്തറ കവലയിലെ ഷാപ്പിനെതിരെയുള്ള സമരം എന്ന് പറഞ്ഞാൽ മൻമോഹൻ സാറാണ് ഏകദിന ഉപവാസം കുറുപ്പന്തറ കവലയിൽ പന്തലൊക്കെ കെട്ടി രാവിലെ 9 മുതൽ 5 വരെ ഉപവാസം മൻമോഹൻ സാർ. അപ്പൊ ഈ മൻമോഹൻ സാറിനെ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ പത്രത്തിൽ മൻമോഹൻ സാറിന്റെ ഒരു നല്ല പടമൊക്കെ വെച്ചിട്ട് ഒരു വലിയ ലേഖനം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വലിയ ഇഷ്ടമായിരിക്കും. പത്രം കൊണ്ട് സാറിനെ കാണിച്ചു. പുള്ളിയെ നോക്കി തിരിച്ചു കിട്ടും. എന്നെ പറ്റി എനിക്കൊന്നും അറിയേണ്ടതാണ്. ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്. അതെ, അപ്പം അതിലൂടെയും അദ്ദേഹത്തെ ഞാൻ വലിയൊരു മനുഷ്യനായിട്ടുണ്ടോ. അങ്ങനെ അന്ന് ഒപ്പം ഗാന്ധിയനാണല്ലോ. അപ്പൊ ആ ഗാന്ധിയനാണല്ലോ. അപ്പൊ ഞാൻ ആ രീതി തന്നെ അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചു. അതേപോലെ ആ മദ്യഷാപ്പ് ഒരു പ്രാർത്ഥനാലയമാക്കി മാറ്റിയെന്ന് ജീവചരിത്രത്തിൽ അറിയാൻ കഴിഞ്ഞു. അത് വലിയൊരു മഹാസംഭവമായിരുന്നു. അപ്പൊ ഈ കള്ള് ഷാപ്പും ചാരാ ഷാപ്പിന് വേണ്ടി സമരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമേ ചാരാ ഷാപ്പ് പോയി, അത് കഴിഞ്ഞ് മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ കള്ള് ഷാപ്പിനെതിരെ വീണ്ടും സമരം തുടങ്ങി. കള്ള് ഷാപ്പിന് പഠിക്കൽ അതും പൂട്ടി ചാരാ ഷാപ്പ് വെച്ചിടത്തേക്ക് കള്ള് ഷാപ്പ് മാറി. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നാലും സമിതിയുടെ പ്രവർത്തനം ഇവിടെ മാറ്റിയിട്ടില്ല. അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കള്ള് ഷാപ്പിന്റെ ഈ മദ്യത്തിനെതിരെ ശക്തമായ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സമരമായിരുന്നു. അപ്പൊ അതിന് ഷാപ്പ് ഉടമ തീരുമാനിച്ചു ഇനി ഷാപ്പിന് സ്ഥലം കൊടുക്കുന്നില്ല. അങ്ങനെ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ ഷാപ്പിന് സ്ഥലത്തിന്റെ ഉടമ ഒരു ധ്യാനത്തിന് പോയി വന്ന് അപ്പം ഷാപ്പിന്റെ പ്രവർത്തനം നിർത്തി കൊണ്ടുപോയി. പോയപ്പോഴത്തേക്കും സന്ധ്യാസമയങ്ങളിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. ഒരു 5-8 പേര് സന്ധ്യാസമയത്ത് ആ പ്രാർത്ഥന ഗ്രൂപ്പ് വലുതായി
വലുതായി അങ്ങനെയാണത് പ്രാർത്ഥനാലയമായി മാറി. പ്രാർത്ഥനാലയമായ അത് ശരി. പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ് കാലത്ത്. അത് ശരി. ഈ മദ്യവിരുദ്ധ സമിതിക്ക് വേണ്ടി പ്രസംഗ മത്സരങ്ങളൊക്കെ നടത്തിയല്ലോ. അയ്യോ അത് നടത്തിയത് അതൊരു സെന്റ് തോമസ് പള്ളി വികാരിയായിരുന്ന അച്ഛൻ ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയായിരുന്നു. അത് ശരി. അച്ഛൻ പറഞ്ഞു ഇതുകൊണ്ട് മാത്രമായില്ല, പുതുതലമുറയിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തണം. അത് അതിന് ശരി. പ്രസംഗ മത്സരം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രസംഗ മത്സരം നടത്തുന്നത് വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അത് ശരി. പക്ഷെ അത് നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാനതിന് മുൻപന്തിയിൽ നിന്നു. എന്നോട് LP, UP, ഹൈസ്കൂൾ വിഭാഗത്തിലെ 3 വിഭാഗങ്ങളായിട്ട് ദൂരപരിധിയൊന്നുമില്ല, എവിടെ നിന്നുള്ള പിള്ളേർക്ക് വരാം. അത് ശരി. അങ്ങനെ രാവിലെ തുടങ്ങുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പ്രാവശ്യം ഒരു 35 പിള്ളേർ 40 പിള്ളേരും ഒക്കെ കാണാം പ്രസംഗ മത്സരത്തിന് വരും. അപ്പൊ ഒരു ദിവസത്തെ ചടങ്ങാണ്. അപ്പൊ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പൊതുസമ്മേളനമാണ്. അത് ശരി. ഗാന്ധി ജയന്തി ഒക്ടോബർ 2. അതിന്റെ ഒരു സ്മരണീയൊക്കെ ഇറക്കിയിട്ടില്ലേ? ഒരു വലിയൊരു അവതാരികയൊക്കെ ആരോ എഴുതി തന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. സ്മരണീയ അത് 20 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇവിടെ ഇത്രയും പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ പുതുതലമുറ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായെന്ന് അറിയണമെന്നതിൽ മറ്റു മാർഗ്ഗമില്ലല്ലോ. അത് കാരണം ഒരു സ്മരണീയ ആക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ച. അത് ശരി. അപ്പൊ ആ ആശയം എന്റെ മനസ്സിൽ നിന്നുണ്ടായതാ. അത് ശരി. അപ്പൊ ആ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ സന്ദേശം മേടിച്ചു. അത് ശരി. അപ്പൊ അവിടെ ഇങ്ങനെ എനിക്കറിയാമല്ലോ, എന്നെ അറിയില്ലല്ലോ. അപ്പൊ ഇതിന് ആരെ കണ്ടാൽ പറ്റും എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അതേപോലെ കൃഷ്ണൻ എഴുതി തന്നു. അതുപോലെ തന്നെ മെത്രാന്റെ സന്ദേശം. അന്നത്തെ വലിയ വലിയ ആളുകൾ. അതെ അതെ. അതുപോലെ തന്നെ കോട്ടയം രൂപതയുടെ പിന്നെ മലബാറിലെ മെത്രാൻ, അങ്ങനെയുള്ള പിന്നെ യാക്കോബായ സഭയുടെ ഒരു മെത്രാൻ, ഇവരുടെ എല്ലാ സന്ദേശങ്ങളും എല്ലാം മേടിച്ചു. അപ്പൊ ഈ പ്രസംഗ മത്സരത്തിനാണെങ്കിലും പൊതുസമ്മേളനം വൈകുന്നേരം നടക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും വിശിഷ്ടാതിഥികളെ പങ്കെടുപ്പിക്കുന്ന പരിപാടിയുണ്ട്. ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഉമ്മൻചാണ്ടിയെ വിളിച്ചു. അപ്പൊ അങ്ങനെയെല്ലാം 21 വർഷം കുറഞ്ഞ ഒരു 700 പിള്ളേരെങ്കിലും പ്രസംഗിച്ചു പോയിട്ടുണ്ട്. 700 പിള്ളേർ. അത് ഒരു ദിവസത്തെ ചടങ്ങാണ്. ഭയങ്കര പരിപാടിയായിരുന്നു പ്രസംഗ മത്സരം. അത് നാട് മുഴുവൻ ഇളക്കി മറിച്ച പരിപാടിയല്ലായിരുന്നു. ഈ പിള്ളേരെയൊക്കെ ഒരുക്കി കാരണന്മാരൊക്കെ കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അങ്ങനെ സ്മരണിക ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്മരണിക ഇറക്കി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർണ്ണമല്ല, അതൊരു കനകം പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ലാത്ത ആള് ഇത്ര ഉന്നതരായ ആൾക്കാരെ എല്ലാം കേരളത്തിലെ സാംസ്കാരിക നായകനായിരുന്നല്ലോ. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടില്ലേ? സുകുമാർ അഴീക്കോടിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? സുകുമാർ അഴീക്കോടിനെ പറ്റി ഓർമ്മയില്ല. പക്ഷെ അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു സുകുമാർ അഴീക്കോട്. സുകുമാരൻ വന്ന് ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. കുട്ടപ്പൻചേട്ടാ, ഈ നാണയ ശേഖരമൊക്കെ ആ ഒരു മനസ്സിലേക്ക് ഒരു ആശയമൊക്കെ എപ്പോഴാ വന്നത്? ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു? ചെറുപ്പത്തിലായിരുന്നു. മുൻകാലങ്ങളിലെ TTCക്ക് പഠിക്കുന്നവർക്കും വീടിന് പഠിക്കുന്നവർക്കും നാണയത്തിന്റെ ആൽബം ഉണ്ടാക്കിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ എനിക്ക് അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു, ചെറിയ പഴയ നാണയങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. കാരണം കുറെയെല്ലാം ഞാനിങ്ങനെ ശേഖരിച്ചു വെച്ചിരുന്നപ്പോഴത്തേക്കും പിള്ളേരിങ്ങനെ വീടിന് പഠിക്കുന്നവരും TTCക്കാരൊക്കെ ഒന്ന് ചോദിക്കും, ചില നേരം നമ്മൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ മുഴുവൻ തിരിച്ചു തരികയില്ല, അതൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ലാണ്ട് കൊടുക്കണം. അങ്ങനെ പലതും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഈ ഒട്ടിക്കുന്നിടത്ത് പശയൊക്കെ പറ്റുന്ന കാരണം ചിലത് നഷ്ടപ്പെടും. പിന്നെ ആ സഹിക്കും, അല്ലാണ്ട് തന്നെ ചെയ്യാന്. അപ്പൊ അങ്ങനെ വന്നു. അങ്ങനെ വന്നിട്ട് നാണയം എന്ന് പറഞ്ഞാല് തിരുവിതാംകൂറിലെ, അതായത് ആദ്യ നാണയം ഇറങ്ങുമ്പോഴത്തേക്ക് ലിപികൾ ഇല്ലാത്ത നാണയമായിരുന്നതാണ് കേട്ടിട്ടുള്ളത്. ലിപികളില്ല. ഞങ്ങൾക്കൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ലിപികളില്ല. അപ്പൊ അതിന്റെ ചെറിയ ഒരു പ്രായം ചെന്ന ഒരാളെ പറയും, എടാ ഇതിന്റെ വലുതുണ്ടോ, അത് ഞാൻ തരികയില്ല, ഇത് നിങ്ങൾക്ക് ഇത്രയും തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 തന്നു. അത് ചെറിയ നാണയം, ചെറുത്. അതുപോലെ തന്നെ അന്നത്തെ നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ 1 പൈസ എന്ന് പറഞ്ഞാല് 448 പിന്നെ കുഞ്ഞുകാശ് കൂടുന്ന 1 രൂപ, 448 കുഞ്ഞുകാശ് കൂടുന്ന 1 രൂപ, 4 കാശ് കൂടുന്നതാണ് കാച്ചക്കരം, 4 കാശ് കൂടുന്നത് കാച്ചക്കരം, 8 കാശ് കൂടുന്ന അരച്ചക്കരം, 16 കാശ് കൂടുന്ന 1 ചക്രം, 2 പിന്നെ ഒരു
2 ചക്രത്തിന്റെ ഒരു വെള്ളി നാണയം ഇറങ്ങിയായിരുന്നു ഒരിക്കലും. അത് വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. വളരെ അപ്പൊ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം എന്ന് വിചാരിച്ചു. ഞാൻ പത്രപരിസംഖ്യ ഇത് ചെയ്യുമ്പോൾ ഒരു ടീച്ചറിൻ്റെ അവിടെ ചെന്നപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. അന്ന് കാണിക്കാമെന്ന് ചോദിച്ചു, കാണിച്ചു കൊണ്ടുവന്നു തന്നു. അന്ന് പത്രപരിസംഖ്യ 5 രൂപയേ ഉള്ളൂ, മാസം 5 രൂപയേ ഉള്ളൂ. അവിടെ ചെന്ന് ടീച്ചറെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചറെ എനിക്ക് അയ്യോ തരിയല അത് പറഞ്ഞോളൂ, തരിയല പുള്ളി എന്ത് തരിയല. ഉടനെ ഈ 5 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ വിലയാ. ഈ ഞാൻ അന്നേരം ഈ ടീച്ചർ പത്രപരിസംഖ്യ തന്ന അതുകൊണ്ട് കൊടുത്തു ടീച്ചർ തരങ്ങിത്താന്ന് പറഞ്ഞു 5 രൂപ കൊണ്ട് കൊടുക്കും. 5 രൂപ മേടിച്ചിട്ട് വീട്ടുമ്പോൾ നിർബന്ധമാണ് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് ആ 2 ചക്രത്തിന്റെ വെള്ളിതാണ്. ശരിക്കും ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് കേട്ടോ അദ്ദേഹം. അതേപോലെ രണ്ടാമത്തെ പ്രതിഷേധം എനിക്ക് തോന്നുന്നു ആ ബസ്സേ കയറിയിരുന്ന് പ്രതിഷേധിച്ചിട്ട്. ബസ്സേ കയറി അതെന്താ സംഭവം? ബസ്സേ കയറിയിരുന്നെന്ന് പറഞ്ഞാല് നമ്മുടെ കോട്ടയത്ത് ഇങ്ങോട്ട് പോരാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും വൈക്കത്തിന് ഇങ്ങേപ്പുറത്തുള്ളവർ ആരും കയറണ്ട, വൈക്കം വരെ ടിക്കറ്റ് ഉള്ള ആൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കയറി അവിടെ ഇരുന്നു. അവിടെ എനിക്ക് കുറുപ്പത്തിലില്ലാതെ അപ്പൊ ഏറ്റാണ്ട് കയറാനുള്ളവർ വന്നിട്ടും പുറകോട്ട് മാറി. ഞാൻ അവിടെ ഇരുന്നു. അവ ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തു വന്നപ്പോഴത്തേക്കും കുറുപ്പന്തര ഓട്ടമായി കണ്ടക്ടർ ചോദിച്ചു കുറുപ്പന്തരയോ. അപ്പൊ അവിടെ പറഞ്ഞതൊന്നും കേട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. നമ്മുടെ പ്രതിഷേധം ഉയർന്നു. അവിടെ പറഞ്ഞതൊന്നും കേട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. കേട്ടായിരുന്നു. പിന്നെ എന്നിട്ട് കയറിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കായിട്ട് ഒരു ബസ് മേടിക്കാൻ പറ്റുമോ? ഇങ്ങനെ സർവീസ് നിങ്ങൾ നടത്തുന്നതല്ലേ, എനിക്ക് കുറുപ്പന്തര ഇറങ്ങേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കയറിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ടിക്കറ്റ് ഒന്നും വേണ്ടിയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ കോതല്ലൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിളി പറഞ്ഞു കോതല്ലൂർ ടിക്കറ്റ് മുഴുവൻ ഇവിടെ ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. ഉടനെ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഒരു കോളേജിൽ പഠിക്കുന്ന ആവശ്യമായ സാധനങ്ങളൊക്കെ അവൻ കുറേ കൂടെ ഇങ്ങോട്ട് ഒരു 100 മീറ്റർ ഇങ്ങപ്പുറം വന്നപ്പോഴത്തേക്കും ആളെന്ന് പറഞ്ഞു. അവിടെ ഡബിൾ ബെല്ല് കൊടുത്തു. ഉടനെ വണ്ടി പോവുകയാണ്. നിർത്താൻ തുടങ്ങിയെങ്കിലും ഡബിൾ ബെല്ല് പോവുകയാണ്. ഉടനെ ഞാൻ അവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു കുറുപ്പന്തര ഇറങ്ങാനുള്ള ഒറ്റ ആളും ഇവിടെ ഇറങ്ങരുത്, ഞാനും ഇറങ്ങുന്നില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, ഈ ചെറുക്കനെ അവന്റെ സ്ഥലത്തോട്ട് ഇറക്കണം, അല്ലാണ്ട് നമുക്ക് നായകനായിരുന്നല്ലേ. അങ്ങോട്ട് പോയി അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷന്റെ വാതിൽക്ക് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കണ്ടക്ടറും ഡ്രൈവറൊക്കെ അങ്ങോട്ട് പോയി. അപ്പൊ ഞങ്ങൾ 3-4 പേര് ഞങ്ങളും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും SI ഇല്ലായിരുന്നു. അവിടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ചാർജ് വഹിക്കുന്ന ആൾ പറഞ്ഞു നിങ്ങളൊരു ജീപ്പ് വിളിച്ച് ഇവരെ കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ സഹായിക്കില്ല, ഞങ്ങൾ ഈ ബസ്സിലാണ് വന്നത്, ഞങ്ങൾക്ക് ഈ ബസ്സിൽ തന്നെ പോകണം, അല്ലാതെ ഞങ്ങൾ പോയിരുന്നു. ഒടുവിൽ ആ ബസ് തന്നെ തിരിച്ചു കോതല്ലൂർ എന്റെ കുറുപ്പന്തരയ്ക്ക് ഇറക്കാനുള്ള ഇറങ്ങിയില്ല. ഈ ചെറുക്കനെല്ലാം ഉപദ്രവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾക്ക് തിരിച്ചു വരുമ്പോൾ ഇറങ്ങിയാൽ മതി. അവനെ അവന്റെ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ കൊടുത്തിരിക്കാൻ ഞങ്ങൾ ഇറങ്ങിയത്. അതുപോലെ കുടുംബം ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ ഈ ഹോമിയോ ചികിത്സയൊക്കെ പഠിച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞു? അയ്യോ ഹോമിയോ ചികിത്സ എനിക്ക് 3 കുട്ടികൾ, എനിക്ക് 5 കുട്ടികളാണ് ഉണ്ടായിരുന്നു. 3 കുട്ടികൾ ഉള്ളപ്പോഴത്തേക്കും കോട്ടയത്തെ ഒരു ഹോമിയോ കടയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചുങ്ങൾക്ക് സ്വന്തമായി ചികിത്സിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പുസ്തകം തരാമെന്ന് ചോദിച്ചു. ഉടനെ ഒരു പുസ്തകം തന്നു 5 രൂപ. ഞാൻ അവിടെ തന്നെ സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 2 മരുന്നിൻ്റെ പേരുണ്ട്, സാധാരണ എപ്പോഴും ഉപയോഗം വരുന്നതാണ്. അത് 2 മേടിച്ചു. അത് മേടിച്ചതിന് 1 രൂപ 80 പൈസ 2 രൂപയുടെ ഗുളിക മേടിച്ചു. അത് മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ക്രിസ്മസിൻ്റെ തലേദിവസമായിരുന്നു. അപ്പം എനിക്ക് മനോരമയുടെ പത്രാഫീസുണ്ട് 2-ാം നിലയാണ്, അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ പിറ്റേ ദിവസം വന്നില്ല, ക്രിസ്മസ് ആയിരുന്നല്ലോ. അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ വീട്ടിൽ നിന്ന് വന്ന് ഈ ഗുളിക ഒന്ന് ഇട്ട് വെക്കാനായിട്ട് കുപ്പി കഴിക്കൊണ്ടിരുന്നപ്പം ഒരു വെച്ചക്കച്ചവടക്കാരൻ നീ എന്തിനാണ് ഈ കുപ്പി കഴിയണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ചികിത്സയല്ലേ, പോടാ നിനക്ക് എവിടെയാണ് ചികിത്സയായിരിക്കണമെന്ന്. ഉടനെ വീണ്ടും പുള്ളിക്കാരി ചോദിക്കുന്നത് നീ പറഞ്ഞ നേരാണെന്ന് മറുപടി. അപ്പൊ എനിക്ക് വയറിളക്കം പറ്റി ഞാൻ അതിന് മരുന്നുണ്ടോന്നു, അതിനും ഉണ്ടെന്ന് മറുപടി. അതിന് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒരു 6 ounce വെള്ളമായിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു. ഉടനെ വെള്ളം ഒരു 10 വയസ്സുള്ള പെൺകുട്ടി വെള്ളമായിട്ട് വന്നു. അതിനകത്ത് മരുന്ന് ആവശ്യത്തിന് മരുന്ന് കൊടുത്തേക്കും പറഞ്ഞു ഓരോ മണിക്കൂറോടിട്ട് 3 നേരം 3 മണിക്കൂറോടിട്ട് 3 നേരം എന്നും പറഞ്ഞ് കൊടുത്തു. ഒന്നും തരുന്നില്ല, ചോദിക്കുന്നില്ല, പോയി. അത് രാവിലെ ഒരു 9 മണിക്കാണ്. വൈകുന്നേരം ഒരു 5 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ ഒരു നാട്ടുപ്രമാണിയുടെ ഭാര്യ വന്ന് ചോദിച്ചു ഇതാ കുട്ടപ്പം നിനക്ക് ചികിത്സ ഉണ്ടെന്ന് മോനി പറഞ്ഞു, നേരാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിനക്ക് ചികിത്സ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, നിന്നോട് മരുന്ന് മേടിച്ച് അവിടെ അത് പറഞ്ഞു. എനിക്കും അത് തന്നെയാന്ന് പറഞ്ഞു.
അതിന് എന്നാ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു ഒരു 6 മണിക്ക് വെള്ളമായിട്ട് വരാം. ഉടനെ മരുന്നിന് വന്നു, വെള്ളമായിട്ട് വന്നു. മരുന്ന് കൊടുത്ത എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 4 അണ. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ തരാം എന്നും പറഞ്ഞു പോയി. അതുപോലെ വൈകുന്നേരം ഒരു 5 മണിക്കാണ് പോയി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് 4 അണയായിട്ട് വന്നു. കുറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണോ ഈ പത്രപ്രവർത്തനങ്ങൾ, അതിന്റെ ഏജൻസി അങ്ങനെയൊക്കെ എന്തൊക്കെ അല്ല, ഉണ്ടായിരുന്നു? പത്രത്തിന്റെ ഏജൻസി അതിന് മുമ്പ് തന്നെ എടുത്തതാ. അത് ശരി. അതെ, അതിന് മുമ്പ് എടുത്തു. അപ്പൊ അവിടെ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ പത്രം കൊണ്ട് പോകുന്ന 4 പിള്ളേരുണ്ടായിരുന്നു, പത്രവിതരണക്കാർ. അവരോട് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെന്നെങ്കിൽ ഇവിടെ മരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഇന്ന് ഓരോരുത്തർ വരാൻ തുടങ്ങി. ഈ പെണ്ണുങ്ങൾ രണ്ടുപേരും തന്നെ മതിയല്ലോ. അത് ശരി. നമ്മൾ വാട്സാപ്പ് സന്ദേശങ്ങൾ തുടങ്ങി. അതെ, അങ്ങനെ മരുന്ന് കൊടുക്കാൻ. അതിനകത്തൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ അസുഖം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഞാൻ ഇവിടെ മരുന്നില്ല തരികയെന്ന് പറഞ്ഞാലും തന്നേച്ചാൽ മതി, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് അതിശയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടൊരു ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു പിന്നെ 20 വയസ്സ് കഴിഞ്ഞൊരു പെണ്ണിന് മാസം തോറും വയറ്റുവേദന ഉണ്ടാവും. അതിന് മടത്തി പോയിട്ട് അവർ പറഞ്ഞു ഇനി ഞങ്ങളെ കൊണ്ട് വെച്ചാൽ മാസം തോറും ഒരു 20 വയസ്സ് കഴിഞ്ഞു. കോളേജിൽ ആക്കിയിട്ടും അവിടെ കൂട്ടുകാരനും. അതിൻ്റെ അമ്മ എന്നെ വിളിച്ചു, എൻ്റെ കുട്ടപ്പ ഇങ്ങനെ വലിയ പ്രശ്നമുണ്ടല്ലോ, കുട്ടപ്പൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവിടെ ഞാൻ വന്ന് മരുന്ന് കൊടുത്തു. ഞാൻ പറഞ്ഞു അതിൻ്റെ പീരീഡിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് പറയാൻ പറഞ്ഞു. ഞാൻ മരുന്ന് കൊണ്ട് കൊടുത്തു, ഇന്നുവരെ കഴിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കും ഉണ്ടായില്ല, ചെറുതായിട്ട് നേരിയ ലക്ഷണങ്ങളെ ഉണ്ടാകുന്നു. ഇനി അടുത്തെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. അടുത്തതിനും അതിൻ്റെ 2 ദിവസം മുമ്പ് പറയുന്നു. ആ പെണ്ണിന് ഇന്ന് വരെ അതിന് എന്നോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കസേരയുടെ പുറകെ ചാരിയെന്നുണ്ട് എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞ് എന്ത് സന്തോഷത്തിലാണ് ആ പെണ്ണ്. എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ടല്ലേ. അല്ല, ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണിക്ക് വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഞാൻ പത്രാഫീസ് അടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കടയുള്ള ഒരാൾ വന്നു പറഞ്ഞു, കുട്ടിപ്പോൾ അത്യാവശ്യമായിട്ട് വീട് വരെ വേണം, അമ്മയ്ക്ക് ഭയങ്കര വലിയ വരണമെന്ന് പറഞ്ഞു. ആ പുള്ളിയുടെ പറയുന്ന ഗൗരവം കൊള്ളുമ്പോൾ ഞാൻ വരികയില്ല, ഇത്രയും ഗൗരവമുള്ളതാണെന്നല്ലോ, ആശുപത്രി പോകും. അന്നേരം പറഞ്ഞു എല്ലാവരും പറഞ്ഞ മെഡിക്കൽ കോളേജിൽ പോകാനും. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കട തുറക്കാൻ അടച്ചിടണം, കുട്ടപ്പം വരാതിരിക്കരുത് കുട്ടപ്പം എന്ന് കാൽ പിടിക്കുമ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, ഈ വലിവിന് ഹെർബോമിനർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അതിന് വലിവിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു 2 ആംബ്യൂൾ മേടിച്ചിരുന്നു. ഒരു ഡോക്ടർമാർക്ക് ആവശ്യമുണ്ട് കൊടുക്കാവുന്ന വിചാരിച്ചു. അപ്പോൾ ആ ആംബ്യൂൾ മേടിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് തന്നെ ഇരുന്നിട്ട് ഇതിൻ്റെ സിറിഞ്ചില്ലാണ്ട് ആർക്കെങ്കിലും കൊടുത്തിട്ട് ആർക്കാ പ്രയോജനം. 2cc ഒരു സിറിഞ്ചൂടെ മേടിച്ചിട്ടു. അപ്പം ഞാൻ ഈ പുള്ളിയുടെ നിർബന്ധം കാരണം അവിടെ 2cc ഇതും ഈ ആംബ്യൂളും ഇതും എടുത്തോളും. അവിടെ ചെന്ന് കഴിയുമ്പം വഴിയുടെ സൈഡിലാണ് വീട്. അപ്പോൾ അവിടെ വഴിയിൽ 5-8 പേര് നിൽപ്പുണ്ട്. കയറി ചെന്നപ്പോൾ 70 വയസ്സുകാരി ഇങ്ങനെ മുഖം നിരത്ത് മുട്ടത്തൊക്കെ കൊണ്ട് വലിക്കുക, അയവിട്ടിരിക്കാറുണ്ട്. 2 കിലോ പിടിച്ചോണ്ട് ഇങ്ങനെ വാങ്ങി വലിക്കുക. അവിടെ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ പറഞ്ഞു. ചൂടാക്കുന്ന പറഞ്ഞാൽ സിഞ്ചി ചൂടാക്കാൻ. ചൂടാക്കി കഴിഞ്ഞ് ഞാൻ മരുന്നെടുത്തു, ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ 3 മിനിറ്റിനകം അവർക്ക് ആശ്വാസം തുടങ്ങിയ ഉടനെ അവരുടെ കൈകൾ അഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തു നിന്നൊരു അവരെ താങ്ങി പിടിച്ച് കട്ടിലേക്ക് കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, 3 നേരം ഗുളിയോടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ആവശ്യം വന്നാൽ എന്നെ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നു. പിറ്റേ ദിവസം രാവിലെ പത്രക്കെട്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്കും മകൻ വന്നു. വൈകിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല, ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇന്നും നാളെ ഓരോ ഇഞ്ചക്ഷൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ ഉണ്ട്. ആ സ്ത്രീ 10 വർഷം കഴിഞ്ഞാൽ മരിക്കണം. അവർക്ക് മാസത്തിൽ ഒരിക്കൽ ശക്തമായിട്ടുണ്ടാക്കുന്ന അല്ലാതെ ഉണ്ടാവും. ആ 10 വർഷത്തിനിടയ്ക്ക് അവർക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. അതുപോലെയുള്ള പല കേസുകളും. ഒരു മഞ്ഞപ്പിത്തത്തിന് ഒരു പുള്ളി ഒന്നും പറഞ്ഞു, കുട്ടപ്പൻ വീട് വരെ വരണം, അത്യാവശ്യം വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വരുമ്പം പറയാവുന്ന. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 2 ചിരട്ടയ്ക്കകത്ത് ചോറിട്ട് വെച്ചിരിക്കുക, അതിനകത്ത് മൂത്രം ഒഴിക്കുക, 2 പിള്ളേരുടെ മൂത്രമാണ്. അപ്പം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനാണോ താങ്ക എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ വൈദ്യന്മാരെ പിള്ളേരെ നോക്കി കഴിയുമ്പോൾ 2 മിനിറ്റ് കണ്ണു മഞ്ഞച്ചായിരിക്കും. 2 മിനിറ്റ് താങ്ക അത് എവിടെയെങ്കിലും പോകും. എൻ്റെ കൊച്ചുങ്ങൾ ചത്തുപോയാലും വേണ്ടിയല്ല കുട്ടപ്പൻ ചേട്ടൻ മരുന്ന് മതി. അങ്ങനെ അത് മാറി. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നല്ല ഒരു കവിത അതൊക്കെ എഴുതാറുണ്ടല്ലോ, പാട്ടുകളും ഒക്കെ. ഒരു 4 വരി പെട്ടെന്ന് ഓർമ്മ വരുന്നതാ. എവിടെയും ഒരുപോൾ വീഴങ്ങും ഭുവനേശ ഞങ്ങൾക്കു വഴികാട്ടിയാലും
ഒരു ജാതി ഒരു മാതാ മധുതാറാവാഴ പുലരുവാൻ ഞങ്ങളിൽ കനിയണമേ നീ. എളിയോരായി നാടിന്റെ നന്മയ്ക്കായെന്നും പണി ചെയ്യാൻ ഞങ്ങൾക്കു ശക്തി തന്നാലും, പരിശുദ്ധ സ്നേഹത്തിൽ ചെടിയിൽ വീടർന്ന നറുമാലർ പോലെ തന്നാലും, ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമുമെല്ലാം ഇന്നാട്ടിൽ ഒന്നെന്ന സത്യത്തെ കാണാൻ അള്ളാവായി ദൈവമായി വിശ്വം ഭരിക്കും സകദേശ ഞങ്ങളിൽ കനിയണമേ നീ. എന്തായാലും ഞങ്ങളുടെ ചാനലിന്റെ ഒരു ആദരവ് നൽകുന്നതിനായി ചാനലിന്റെ പ്രതിനിധി പ്രിയപ്പെട്ട ഷാജിമോൻ സാറിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുക. അപ്പോൾ നമ്മുടെ ലൈവ് ടിവിയുടെ ആദരവ് നൽകുന്നത് നമ്മുടെ ചാനലിന്റെ പ്രതിനിധി പ്രിയപ്പെട്ട ഷാജിമോൻ സാറാണ്. സാറ് ഒരു പൊന്നാട അണിയിക്കുന്നു താങ്കളെ. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ KJ കുര്യൻ എന്ന കുറുപ്പൻതുറയുടെ പ്രിയപ്പെട്ട കുട്ടപ്പൻ ചേട്ടൻ ശരിക്കും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ശരിക്കും സംസാരിച്ച് സമയം പോലെ അറിഞ്ഞില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. എന്നാലും നമ്മുടെ സമയ പരിമിതിയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടപ്പൻ ചേട്ടനും ഷാജി സാറിനും പ്രിയപ്പെട്ട ക്യാമറാമാൻ റഹീം വലവൻകരയ്ക്കുമൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.